ഹായ്, മറിയോയുടെ പോസ്റ്റ് കാണാനിടയായി. ജിജി മറിയോ ആൻഡ് ദിസ് മറിയോ ഈ ഇടയ്ക്ക് കോൺട്രവേഴ്സിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇവൻ ഇസ്ലാമിൻ്റെ കുറേ പുകഴ്ത്തലുകൾ പറഞ്ഞു, ഖുറാനെ റിലേറ്റ് ചെയ്തിട്ട് കുറേ അധികം നല്ല കാര്യങ്ങൾ പറഞ്ഞു. നല്ലതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ആ സ്വത്വബോധം ഉണർന്നു എന്നുള്ളതാണ് വസ്തുത. അത് മാത്രവുമല്ല, മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇവൻ പ്രഭാഷണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കോളേജ് സ്റ്റുഡൻസ്, വളർന്നു വരുന്ന പുതിയ തലമുറയുടെ അടുത്താണ് ഇവന് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ കിട്ടി. അവൻ്റെ മകളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി കുറേ കോപ്പി പേസ്റ്റൊക്കെ കാണിച്ചിട്ട് കുറേ കളികൾ മറിയോ കളിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഇമാമം കണ്ടായിരുന്നു ഇവനെന്നാണ് പറയപ്പെടുന്നത്. ഇമാമാണോ ഉസ്താദാണോ എന്നറിയത്തില്ല. അവിടെ നിന്ന് ഇവൻ എന്തോ രോഗബാധിതനായിട്ടാണ് ക്രൈസ്തവരുടെ കൂടെ വന്ന് ചേരുന്നത്. കന്യാസ്ത്രീയായിരുന്ന മടഞ്ചാടിയാ കല്യാണം കഴിച്ചിരിക്കുന്നത്. വസ്ത്രമൊക്കെ ഊരിക്കളഞ്ഞ് ഇവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഇവർക്ക് മനസ്സിലായ ഏറ്റവും നല്ല കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി മാർഗത്തിൽ കൂടെ ചാരിറ്റി, അതിൽ കൂടെ റിച്ച് ആവുക. അതവർ സക്സസ് ആണ്, നന്നായി പൈസ ഉണ്ടാക്കുന്നുണ്ട് രണ്ടാളും കൂടെ. ചാരിറ്റി ആയിരുന്നു ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വിദേശത്തൊക്കെയുള്ള ഇച്ചായന്മാർ അത്യാവശ്യം ചാരിറ്റി ആണെന്ന് പറയും. മതം മാറി വന്നവരാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മൂല്യം കൊടുക്കും. ആ രീതിയിൽ ഇവരെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തു. അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് രണ്ടെണ്ണം. ജോലി എടുക്കാൻ വയ്യ, അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഈ ഒരു പരിപാടിയും കൊണ്ടിറങ്ങി. നാട്ടിലുള്ളവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കുക, അത് ചെയ്യുക ഇത് ചെയ്യുക എന്നുള്ള ഈ ഇടയ്ക്ക് ബോച്ചയുമായിട്ട് നടക്കുകയുണ്ടായി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറിയോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് മറിയക്ക് പെട്ടെന്ന് സ്വത്വബോധം ഉണർന്നു. ഖുറാനെ പറ്റിയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. 1-2 പോസ്റ്റൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഓർത്തു ഇവനൊക്കെ എന്താ പെട്ടെന്ന് ഖുറാനെ പറ്റിയൊക്കെ ഒരു ബോധനം വന്നേന്ന്. കറക്റ്റ് കാസാക്കാർ കയ്യോടെ പൊക്കി. കാസാക്കാരാണല്ലോ ക്രൈസ്തവരുടെ ഇതായിട്ട് നിൽക്കുന്നത്. അവർ കയ്യോടെ പൊക്കി ഇവനെതിരെ ഭയങ്കരമായ ആഹ്വാനം കൊടുത്തു. ഒരു പരിധി വരെ ക്രൈസ്തവരത് അനുകൂലിക്കത്തില്ല. കാസാക്കാരെ വലിയ ഗൗനിക്കുന്ന ആൾക്കാരല്ല ക്രൈസ്തവർ. പക്ഷേ ഇവൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് പ്രകാരം, അതായത് എന്താണ് ഇവൻ പറഞ്ഞത്, ഏത് രീതിയിലാണ് അത് ക്രൈസ്തവരെ ആക്രമിക്കാൻ ചാൻസ് ഉള്ള ഭാഗം എന്നുള്ളത് കൃത്യമായി കൊണ്ടുവന്ന് വെച്ച് ഇവനെ ഖണ്ഡിച്ചു. അപ്പോൾ എന്താണ്, അച്ഛന്മാർ ഇടപെട്ടു. ഇവൻ്റെ അടുത്തേക്ക് കൺവെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിലോ ഒന്നും കുട്ടികളെ പറഞ്ഞു വിടണ്ട, ഇവൻ ഇനി പ്രഭാഷണം നടത്തണം. എൻ്റെ പൊന്നോ, ഇവൻ്റെ പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുള്ളോ? അതൊരു 1.5 പ്രഭാഷണമാണ്. പല പ്രഭാഷണങ്ങളിലും ഇവൻ പറയുന്ന അട്ടർ നോൺസെൻസും സ്ത്രീവിരുദ്ധതയും മാത്രമാണ്. സ്ത്രീവിരുദ്ധത എന്ന് മാത്രമല്ല, പെണ്ണുങ്ങൾ അടിമയാകണം എന്നുള്ള ഒരു ഫോം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അതായത് ശരിക്കും നെഗറ്റീവ് അടിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്തിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് എൻ്റെ ടൈം ലൈനിൽ തന്നെ ഉണ്ട്. വേണമെങ്കിൽ 1-2 ഞാൻ എൻ്റെ കമൻസിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി പുള്ളി ചെയ്ത ഒരു വീഡിയോ, ഇത് മറ്റൊരു ചാനൽ എടുത്ത് വെച്ച് പറയുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ നിന്നാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് കണ്ടു നോക്കും. രാവിലെ ഒരു 11:30 മണിക്ക് എനിക്കൊരു ഫോൺ കോൾ കിട്ടി. അത് വളരെ ദയനീയമായൊരു ഫോൺ കോളായിരുന്നു. ഭാര്യ, ഭർത്താവ്, 3 പിള്ളേർ. ഭാര്യ ഒരു മെഡിക്കൽ ഡോക്ടറാണ്, ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ്. ഭാര്യ ഒരു ധ്യാനമൊക്കെ കൂടി വളരെയധികം മാനസാന്തര അനുഭവത്തിലൂടെ പോകുന്നു. കോൺട്രാക്ടറായ ഭർത്താവ് ഇന്ന് രാവിലെ അല്പം മാംസം വാങ്ങി വീട്ടിലെത്തിച്ചു. ക്രിസ്മസ് ആഘോഷിക്കാനാണ്. 3 മക്കളും ഭാര്യയും ഭർത്താവും എല്ലാം കൂടെ ആഘോഷിക്കാൻ വേണ്ടിയാണ്. അവിടെ വീട്ടിൽ മാംസം എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡോക്ടർ ചോദിച്ചു ഇത് എവിടുന്നാന്ന് ചോദിച്ചപ്പം ഇതൊരു മുസ്ലിമിൻ്റെ അറവുശാലയിൽ നിന്നായിരുന്നു. പെട്ടെന്ന് ഈ സ്ത്രീ അങ്ങോട്ട് ചൂടായി. ഇത് അന്യദേവൻ അർപ്പിച്ചതാണ്, ഹലാലാണ്, കഴിക്കാൻ പാടില്ല, മഹാപാപമെന്ന് പറഞ്ഞ ആ കുടുംബത്തിൽ വഴക്കായി. ആ സ്ത്രീ ആ മാംസം വലിച്ചെറിഞ്ഞു. കുടുംബത്തിൽ മൊത്തം പ്രശ്നമായപ്പം ഈ കോൺട്രാക്ടറിന് ഫിലോക്കാലിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, സാറിൻ്റെ അഭിപ്രായം എന്താണ്? ആ മാംസം കളഞ്ഞത് ശരിയോ തെറ്റോ? ഹലാൽ ഭക്ഷണം ഭക്ഷിക്കാൻ പാടുണ്ടോ ഇല്ലയോ? വളരെ പ്രധാനപ്പെട്ട വീഡിയോയാണ്. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കേട്ടോ. ആദ്യം തന്നെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. ഞാൻ വർഗീയത പറയുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്നൊന്നും നിങ്ങൾ വിധിക്കാൻ വരരുത്. അതിൻ്റെ കാരണം ഖുർആനിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 173-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ഓതണം, നിങ്ങൾ വായിക്കണം. അവിടെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അള്ളാഹു എന്ന ദൈവത്തിൻ്റെ പേരിലല്ലാതെ വേറെ ഏത് ദൈവത്തിൻ്റെ പേരിൽ അറുത്ത മാംസവും മുസ്ലിമീങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, അള്ളാഹു എന്ന ദൈവത്തിൻ്റെ പേരിൽ ഹലാലാക്കിയ ഫുഡല്ലാതെ വേറെ ഒരു ദൈവത്തിൻ്റെ പേരിൽ അറുത്ത ഫുഡും കഴിക്കരുതെന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ക ഒരു വർഗീയത അതിനകത്താണ് കിടക്കുന്നത്. ബാക്കി എല്ലാ ആഹാരവും തെറ്റാണെന്നുള്ളത്. കൂടാതെ ഖുർആനിൻ്റെ 5-3, 5-9 ഇത് തന്നെ ആവർത്തിക്കുന്നു. മറ്റു പല സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കുന്നുണ്ട്, മറക്കരുത്. അങ്ങനെ ഖുർആനിന് പറയാമെങ്കിൽ മറ്റു മതഗ്രന്ഥം ഉള്ള ആ ആളുകൾക്ക് അവരുടെ ദൈവം പറഞ്ഞത് അവർക്കും വിശ്വസിക്കാം, അവർക്കും പ്രചരിപ്പിക്കാം. അതിന് വർഗീയത എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ബൈബിളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഒന്ന് കേൾക്കാൻ പോവാം. ഞാൻ ആദ്യം വായിക്കുന്നത് 1 കൊറിന്തോസ് 10-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കൂട്ടുകാർ. ഇല്ല, വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കാകാനും സാധിക്കുകയില്ല. കർത്താവിൻ്റെ നാമം അസൂയ ഉണർത്തണമോ? നാം അവിടത്തേക്കാൾ ശക്തരൊന്നും അല്ലല്ലോ. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഏതൊരുവനും സ്വന്തം നന്മ കാംക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാംക്ഷിക്കട്ടെ. ഇനിയാണ് വായിക്കുന്നത്. പ്രധാനമായത് ശ്രദ്ധിക്കണേ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതു തരം മാംസവും വാങ്ങി മനഃചാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുവിൻ. ബാക്കി കാരണം ഭൂമിയിലും അതിലുള്ള സർവ്വവും കർത്താവിൻ്റെതാണ്. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പി തരുന്നത് എന്തും മനഃചാഞ്ചല്യം കൂടാതെ ഭക്ഷിക്കുക. അതായത് ഒരു ദൈവവിശ്വാസമില്ല, ഇനി അല്ലെങ്കിൽ അന്യ ദൈവവിശ്വാസമൊക്കെയാണ് എങ്കിലും അവനൊരു സൽക്കാരം ഒരുക്കി നിന്നെ വിളിച്ചാൽ പോയിട്ട് അവൻ വിളമ്പി തരുന്നൊക്കെ തിന്നോളൂ, വിഷമിക്കേണ്ട. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. എന്ന് പറഞ്ഞാൽ ഇന്ന ആഹാരം ഇന്ന് ദൈവത്തിൻ്റെ പേരിൽ ദേവതയുടെ പേരിൽ ബലിയർത്തതാണ് എന്ന് നിന്നോട് ഒരാൾ പറഞ്ഞാൽ പറഞ്ഞവൻ്റെ മനസാക്ഷിയെ കരുതിയും നിന്റെ മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. ചെയ്യണം. എന്താ ഈ പറഞ്ഞതിൻ്റെ സാരം എന്ന് കൂട്ടുകാരോട് പറഞ്ഞോട്ടെ. ഹലാലാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ഒരു മൃഗത്തെ ഹലാലാക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഒരു മൃഗത്തെ പടിഞ്ഞാറ് കിടത്തി, പടിഞ്ഞാറേക്ക് മുഖം തിരിച്ചു വെച്ച് കിടത്തി വെള്ളം കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കുന്ന ദൈവം അള്ളാഹിൻ്റെ നാമത്തിൽ അർത്ഥത്തിനെയാണ് അവർ ഹലാലാക്കിയ ഫുഡ് എന്ന് പറയുന്നത്. ഈ മാംസത്തിൻ്റെ കാര്യത്തിൽ ബാക്കി ഫുഡിലേക്ക് ഞാൻ കിടക്കുന്നില്ല, കാരണം ഹലാൽ ഫുഡ് ഒരുപാട് ഡെഫിനിഷൻ ആവശ്യമുള്ള സാധനമാണ്, അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ഈ മാംസത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇങ്ങനെ മൃഗത്തിൻ്റെ മാംസത്തെയാണ് ഹലാൽ മാംസം എന്നവർ പറയുന്നതും അവർ ഭക്ഷിക്കുന്നതും. അത് ബൈബിൾ അനുസരിച്ച് 100% നമുക്ക് തെറ്റാം, നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനൊരു വചനം കൂടെ അപ്പോസ്തല പ്രവൃത്തി 15:29 വിഗ്രഹങ്ങൾ കർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തിഞ്ഞിരിച്ച് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവയിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നത് നന്ന്, നിങ്ങൾക്ക് മംഗളാശംസ. അപ്പോൾ ഇത് ഒരുതരം വർഗീയത പോലെയാണല്ലോ മാരി ബ്രദർ പറയുന്നതെന്ന് ചിന്തിക്കരുത്. ഖുർആനും അതേപോലെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് കർപ്പിക്കാത്തതെല്ലാം നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞതുപോലെ യഹോവയുടെ നാമത്തിൽ അർപ്പിക്കപ്പെടാത്ത ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ അർപ്പിക്കപ്പെടാത്ത ത്രിത്വൈക ദൈവത്തിന് പകരം വേറെ ഏതെങ്കിലും വിഗ്രഹത്തെയോ ഏതെങ്കിലും ദൈവത്തെയോ വിളിച്ച് അനുവദനീയമാക്കി എന്ന് പറയുന്ന ആഹാരം നമ്മൾ കഴിക്കരുത് എന്ന് തന്നെയാണ് ബൈബിൾ വ്യക്തമായി പഠിപ്പിച്ചത്. വേറെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിനോ ഒരു ശക്തിക്കോ മഹത്വം നൽകി അർപ്പിച്ച ഒരു ആഹാരവും കഴിക്കാതിരിക്കുന്നതാണ് നമുക്കും നമ്മളുടെ കുടുംബത്തിനും. ഹലാൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ഭക്ഷണ യോഗ്യമായത് എന്തും നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഈ പന്നിയുടെ കാര്യം, അന്നത് ഈ പന്നി പട്ടീനെയൊക്കെ നമ്മൾ നിഷിദ്ധമാക്കി വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ മറ്റൊന്നുമില്ല, അത് മലം ഭക്ഷിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാവും. നമുക്കൊക്കെ അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ അത് നിഷിദ്ധമാക്കപ്പെട്ട ഫുഡാണ്, വൃത്തിഹീനമായ സാഹചര്യത്തിൽ വളരുന്ന ഇതായതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ മെഡിക്കലി കുറേ അധികം എക്സ്പ്ലനേഷൻസ് അവർക്ക് തന്നെ കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അത് ഭക്ഷണത്തിൻ്റെ കാര്യം. ഇത് ഭക്ഷണം മാത്രമല്ല ഹലാൽ എന്ന് പറയുന്നത്, ഒരുപാട് വിഷയങ്ങൾ ഹലാൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ഭക്ഷണത്തിന് മാത്രമല്ല. അതായത് നമ്മൾ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും ഒന്നും ഒരു രീതിയിലുള്ള ഹറാമായ ഒരു കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ പോലും അത് ഹറാമായ ഭക്ഷണം കൊടുക്കരുത്, അത് പാപമാണ് എന്നൊക്കെ തന്നെയാണ് മതം പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഹലാൽ എന്നുള്ളതല്ല. നമ്മുടെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ ഒരു ഹലാലായത് എന്നൊരു കൺസേണിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കടകളിലും എല്ലാവരും ഭക്ഷിക്കാൻ പോകുന്നുണ്ട്. അവിടെ ഇപ്പം ഹിന്ദുമത വിശ്വാസികൾ വെക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കില്ലേ? അച്ചായൻസ് കടയെന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാ ഞായറാഴ്ച അവിടെ പോയി കഴിക്കുന്നത്. അവരെന്താ ഹലാലായിട്ടാണോ ഉണ്ടാക്കുന്നത്? അവർ മുസ്ലിംസ് ആണോ? ഒന്നുമല്ല. ആഹാരം നല്ലത് എവിടെ കിട്ടുന്നു അവിടെ എല്ലാവരും പോയി കഴിക്കും. അപ്പം ഈ രീതിയിലൊരു ധ്രുവീകരണമല്ല പുള്ളിയുടെ ഉദ്ദേശം. പുള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. പുള്ളിക്ക് കാസയുടെ അടുത്തുനിന്ന് കിട്ടിയ അടി കാരണം നല്ല പോലെ വരുമാനം കുറഞ്ഞു. ആ വരുമാനം റീകളക്ട് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശ ലക്ഷ്യം കൊണ്ട് ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ മുസ്ലിങ്ങൾക്കിട്ട് താങ്ങുകയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾക്കിട്ട് താങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു അക്സെപ്റ്റൻസ് അപ്പുറത്തെ ഭാഗത്തുണ്ടാവും, നല്ല റവന്യൂ ജനറേറ്റ് ആവും. മുസ്ലിങ്ങൾ അങ്ങനെ ആ രീതിയിലുള്ള ഇതുപോലെ പോക്കൃത്തരം പറയുന്നവർക്കൊന്നും പൈസ കൊടുക്കുമോ? അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഫണ്ടിങ് ഒന്നുമില്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് പറയൂ എന്നതിനപ്പുറം അവർക്ക് ഫണ്ടിങ് ഒന്നും കൊടുക്കുന്നവരല്ല. അത് പലരും പറയും. എനിക്ക് വന്ന ഒരുപാട് പേര് കമൻ്റ് ഇടാണ്, സുഡാപ്പികളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കിട്ടിയില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഫണ്ട് വാങ്ങി ആരും പറയത്തില്ല, ഫണ്ടിങ് കൊടുത്താലും ആരും വാങ്ങാറില്ല. ഇനി അങ്ങനെ അവർ കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ കൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ മറ്റിടത്ത് അങ്ങനെയല്ല. നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പ്രാപ്തരാണ് എന്ന് തോന്നിയാൽ പോലും നമ്മളെ ഫണ്ട് കൊണ്ടോ 4 ദിക്കിൽ നിന്ന് പൂട്ടിയോ എങ്ങനെയെങ്കിലും അവരുടെ ഭാഗത്തേക്ക് എത്തിക്കാൻ അവർ മാക്സിമം ശ്രമിക്കും. അതിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ചാനൽ കൂട്ടിക്കളഞ്ഞു, എൻ്റെ മകൻ്റെ ജോലി തെറിപ്പിച്ചു, അങ്ങനെ കുറേയധികം പ്രോബ്ലംസ് എന്നെ കൊണ്ടിട്ടിരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് വേറെ വഴിയൊന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ അവർ പറയുന്നതിന് വില്ലിങ് ആകേണ്ടി വരും. അത്യാവശ്യം ഫണ്ട് കിട്ടുക എന്നുള്ള ഒരു ഇതിൽ നമ്മളൊന്നും അതിനകത്ത് പോയി ചാടാതിരുന്നത് ആത്മാഭിമാന ബോധമുള്ളത് കൊണ്ടും മനസാക്ഷിക്ക്
വിരുദ്ധമായി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അങ്ങനെ ചെയ്തവരൊക്കെ പെട്ടിട്ടുമുണ്ട്. അത് അവർ അതിനകത്തുനിന്ന് വരാനൊക്കത്തില്ല, അവിടെ തന്നെ നിൽക്കേണ്ടി വരും. പറയുന്നതൊക്കെ മാനവികതയ്ക്ക് വിരുദ്ധതയാണെന്നുള്ള ബോധമുള്ളവർ തന്നെയാണ് അതിനകത്തുള്ളത്. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം, ഒത്തിരി പേര് മനസ്സ് തുറന്നത് സംസാരിച്ചിട്ടുമുണ്ട്. ഒരിക്കലും ഇഷ്ടമില്ലാതെ തന്നെ ഇതിനകത്തേക്ക് സംസാരിക്കേണ്ടി വന്നവരുമുണ്ട്. കാരണം അത് അവരുടെ നിവൃത്തികേടാണ്. ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇവർ കൊണ്ട് ഇറക്കും. പിന്നെ തിരിച്ചു കയറാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുക്കുന്നതും അവർ തന്നെയാണ്. ഇയാളെ ഇപ്പോൾ അയാൾക്ക് പേയ്മെൻ്റ് ഒക്കെ കുറഞ്ഞു, ഫണ്ട് കുറഞ്ഞു, അയാളുടെ ബിസിനസ് മൊത്തത്തിൽ നല്ലപോലെ ബാധിച്ചു, ആകെ പ്രശ്നമായി. അപ്പോൾ ഇനി ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, മുസ്ലിംസിനെ എടുത്തു വെച്ചങ്ങോട്ട് കൊടുക്കുക. അത് കാസാക്കാർക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ കാസാക്കാർ ആ ഫണ്ട് കൊടുക്കും. ആ ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ കാണിക്കുന്ന ബഹളമൊക്കെ ഇയാൾ കാണിക്കുന്നത്. അല്ലാതെ മറിയോയ്ക്ക് ഇസ്ലാമിനെ പറ്റി ഒരു വാഴയും അറിയത്തില്ല, ഞൊണ്ണയാണ്. ഒരു പ്രാവശ്യം അയാൾ പറഞ്ഞത് കറക്റ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഖുറാനെ കുറച്ചുകൂടെ പ്രകീർത്തിച്ചു. അപ്പോൾ ഉള്ള ആൾക്കാരും കൂടെ ഇറങ്ങിപ്പോയി. ഒരു കാരണവശാലും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ആ വിഭാഗം അങ്ങനെയാണ്. അവർ നല്ല സ്നേഹമായിട്ടൊക്കെ നിൽക്കുമെങ്കിലും അവർക്ക് ദേഷ്യം തോന്നുന്ന ഒരു വിഭാഗത്തിനെ അവരൊരിക്കലും അംഗീകരിക്കത്തില്ല. അങ്ങനെ പറയുന്നവരെ അകറ്റി നിർത്തുന്ന ഒരു ടേം അവർക്കുണ്ട്. അതൊക്കെ ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ആയ കാര്യമാണ്. ഇതിനകത്ത് മറ്റൊന്നുമില്ല. മറിയോയ്ക്ക് അയാളുടെ ബിസിനസ് നല്ലപോലെ ഡൗണായി ഫ്ലോപ്പാകും എന്നുറപ്പായപ്പോൾ ഇസ്ലാമിൻ്റെ നേരെ കുതിര കയറുന്നത്. അത് ഈസി ഗോയാണല്ലോ. അവരെ 10 തെറി അങ്ങോട്ട് വിളിക്കുക. അവരാകുമ്പം ഇതുപോലെ കിടന്ന് കുറേ കമൻറ്റിലോ മറ്റോ ഒക്കെ ഇരുന്ന് കാര്യങ്ങൾ പറയൂ എന്നതിനപ്പുറം അവരെ കൊണ്ട് വേറൊന്നും പറ്റത്തില്ലല്ലോ. മറ്റവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോലും നഷ്ടപ്പെടും. കാസക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ ചറപറ അങ്ങേരല്ല അച്ഛനെ കയറി വെട്ടിയത് അറിയത്തില്ലേ, ചറപറ കയറി വെട്ടിക്കളയും. അത് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്, ജീവന് നല്ല കൊതിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്ലേറ്റ് മാറ്റി ചവിട്ടി. അല്ല, അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറിയോ ഒരു അടികൊണ്ട മൃഗം എന്നതിനപ്പുറം ഒന്നുമില്ല. അയാൾ പറയുന്നത് ആധികാരികമായി എടുത്തു വെച്ച് പറയേണ്ട കാര്യങ്ങളോ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അവനിക്കൊരു പൊട്ടയെ അറിയത്തില്ല എന്നുള്ളതാണ് സത്യത്തിൽ. ഇതിനെ വിമർശിക്കുന്നവർ ഓരോരുത്തരും എടുത്തു വെച്ച് പറഞ്ഞാൽ അവർ കൃത്യമായി ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു പുസ്തകം കിട്ടി, അവരെന്തുദ്ദേശിച്ചാണോ എഴുതിയത്, ഇപ്പം ഞാൻ എഴുതുമ്പോൾ എൻ്റെ മാനസികാവസ്ഥയല്ല അത് വായിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് കയറുക. അവൻ്റെ ചിന്താധാര അപ്പോഴെന്താണോ അതാണ് അവനിലേക്ക് കയറുക. അതാണ് ഈ ഖുർആനിൽ വന്ന ഒരു പാളീച്ച. അതായത് ഇപ്പം അതിനകത്തുള്ള ഒരു സംഗതി ഇവരെടുത്ത് വളച്ചൊടിക്കുന്നെങ്കിൽ അതിനെ ഖണ്ഡിക്കാനുള്ളൊരു 100 സാധനം അപ്പുറത്തും ഉണ്ടാവും. പക്ഷെ അതൊന്നും അവർ റെഫർ ചെയ്യില്ല. അവർ ഈ ഒരൊറ്റ പോർഷൻ എടുക്കും, എന്നിട്ട് അതിനെ വെച്ചിട്ടായിരിക്കും തകർക്കുക. ഇതിനേക്കാൾ വൾഗാരിറ്റി മറ്റ് മതഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് മറ്റതിനെ പറയുമ്പോൾ കിട്ടത്തില്ല. ഇതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയോടുകൂടിയും അത്രത്തോളം വിഷമിച്ചും വളരെ പ്രയാസപ്പെട്ടു അത് കേൾക്കുള്ളൂ ഈ പറയുന്ന ആൾക്കാർ. അവർക്ക് തിരിച്ചൊന്നും പറയാനുള്ള മാനസികാവസ്ഥയാണ്. കാരണം അവരുടെ മതം അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ക്ഷമ ആയിട്ട് ഇത് കേൾക്കുക എന്നുള്ളതിനപ്പുറം കിടന്ന് പൊട്ടിത്തെറിക്കാനോ തെറി പറയാനോ ഒന്നുമുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാവത്തില്ല. മതബോധമുള്ളവരുടെ കാര്യമാണ്, അതില്ലാത്തൊരു കാര്യമല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? മതം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഒരിക്കലും ഇതുമാതിരി മോശം പറഞ്ഞുകൊണ്ട് വരത്തില്ല. അവർ സഹിക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് അവർക്കുണ്ടാകുന്ന ആ പ്രയാസം കണ്ട് ഇവർക്ക് സന്തോഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സൈക്കോകൾ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും ഈ രീതിയിൽ ഇത്രയും മോശമായിട്ടൊന്നും അതിനകത്തില്ല. പിന്നെ ഇനി അന്നത്തെ ആയത്തുകളൊക്കെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ വിവർത്തനങ്ങളുണ്ട്. അതായത് ഒരു പോർഷൻ എടുത്താൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കുറേ കൊടുക്കും. നമ്മളത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ യുക്തിയുള്ളവരാണ് അല്ലെങ്കിൽ നമുക്ക് ബോധമുള്ളവരാണെങ്കിൽ നമുക്കത് മനസ്സിലാകും അവരെന്താ അത് അതിനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടാകുന്നത്. ആ കാര്യം മാത്രം മനസ്സിലാക്കുന്നതിന് പകരം അതിൻ്റെ നേർവിപരീതമാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നതും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നതും. അപ്പം പുസ്തകത്തിൻ്റെ വിവർത്തനോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷനോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയധികം കാഠിന്യമുള്ള ഒരു സംഗതിയും കൊണ്ടൊന്നും ആരും ജീവിക്കുന്നില്ല. അപ്പം ഒരുപാട് പേര് പല ടൂറുകൾക്കും മറ്റുമൊക്കെ പോകുമ്പം മുസ്ലിമിൻ്റെ കട ഏതാ, ഹലാലുണ്ടോ എന്ന് നോക്കി പോകുന്ന ഒരു മുസ്ലിം ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. എല്ലാവരും അങ്ങനെ മിക്സഡ് ആയിട്ട് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പം ബീച്ച് ഭാഗത്തൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ഫുഡ് കിട്ടുന്നു, കപ്പലണ്ടി കിട്ടുന്ന ഹലാലാണെന്ന് നോക്കാറുണ്ട്. ഭക്ഷണം എന്തും ഹലാലാണെന്ന് നോക്കണമെന്ന് തന്നെയാണ് മതം പറയുന്നത്. ആ ഹലാൽ എന്ന ഉദ്ദേശം അത് ഹിന്ദു വിൽക്കുന്നോ ക്രിസ്ത്യൻ വിൽക്കുന്നോ എന്നല്ല. നമ്മൾക്ക് ആ നിയത്ത് ഉണ്ടാവണം. അതായത് നമ്മൾ അത് ആരെയും ചതിച്ചും വഞ്ചിച്ചുമായിരിക്കരുത് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതിനപ്പുറം അത് അയാളാണോ ഇയാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയുന്നവന്മാർക്ക് തന്നെ നല്ലപോലെ അറിയാം. സൗദിയിലാണ് ഇതിൻ്റെ ഒറിജിൻ. ഈ സൗദി ഒറിജിനായ ഒരു മതത്തിൽ ഹിന്ദുക്കളെയൊക്കെ കണ്ടിരുന്നു. ഈ ദ്രാവിഡന്മാരെയും ചേളന്മാരെയും ചോഴന്മാരെയൊക്കെ അവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ അങ്ങ് കേൾക്കുക അത്ര തന്നെ. ഈ വായ്ത്താളം പറയുന്ന ഒരുത്തനിക്ക് പോലും ഇതിനെപ്പറ്റി ശരിയായ പഠനമോ കൃത്യമായ മനസ്സിലാക്കലുകളോ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്.
വെറുതെ എന്തൊക്കെ വെറുതെ വായ്ത്താളം അടിക്കണു എന്നതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളതാണ്. മറിയൊക്കെ തിരിച്ച് അവൻ്റെ പഴയ ജോബ്സും കാര്യങ്ങളും കിട്ടണം. കാരണം പെണ്ണുമ്പിളയും ഇവനും കൂടെ ഓരോ കൺവെൻഷനൊക്കെ തയ്യാറാക്കും, അതിനകത്തൊക്കെ പ്രസംഗിക്കാൻ പോകും. പ്രസംഗിക്കുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ഇപ്പോൾ പ്രസംഗിക്കുന്നതിന് ആരും വിളിക്കുന്നില്ല. നിർബന്ധമായി ഇവനെ കയറ്റരുതെന്ന് കാസാക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ അച്ഛന്മാരെല്ലാം സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുത്തു. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ വേദികൾ കിട്ടുന്നില്ല. എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയാൽ 100-100 രൂപ പട്ടിയിലൊക്കെ വീഴുള്ളൂ. അത് മാത്രമല്ല പൈസ കൊടുത്തുകൊണ്ടിരുന്ന ഈ ചാരിറ്റിക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നവർ സ്റ്റോപ്പ് ചെയ്ത് കാണും. ക്രിസ്ത്യാനികളാണെങ്കിൽ അറവേ സ്റ്റോപ്പ് ചെയ്യും. ഒരു തർക്കവും ഇല്ല. അപ്പോൾ മൊത്തത്തിൽ ബിസിനസ് ഡൗൺ ആയപ്പോൾ പുള്ളി കണ്ട ഒരു ഐഡിയ എന്നതിനപ്പുറം ഇതിന് വലിയ വാല്യൂ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. താങ്ക് യു.